ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ മലേഷ്യ ഡേ 3 ആണ്. നമ്മൾ ഇന്ന് ജെൻലിംഗ് ഐലൻഡിലാണ് പോണത്. ജെൻലിംഗ് ഐലൻഡ് അവിടേക്കാണ് നമ്മൾ പോണത്. അത് കഴിഞ്ഞാൽ പിന്നെ പിന്നെ ബാട്ടു കേവ്സ് ഉണ്ട്. പിന്നെ വേറൊരു ടെമ്പിൾ ഉണ്ട്. ഇവിടേക്കൊക്കെയാണ് നമ്മൾ ഇന്ന് പോണത്. അപ്പൊ നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ ഇവിടെ നിന്നൊരു ബസ്സിൽ വേണം പോവാൻ. അപ്പൊ ആ ബസ് ഉള്ളിടത്തേക്ക് നമ്മൾ വന്നേക്കാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ജെൻലിംഗ് ഐലൻഡ് എത്തിയിട്ട് കാണാം. നമ്മളിപ്പോ ബട്ടു കേവ്സ് എത്തിയിട്ടുണ്ട്. ഇവിടെ 272 സ്റ്റെപ്പാണുള്ളത്. നമ്മൾ പറഞ്ഞ ബസ്സിലെ ഗൈഡ് ഇവിടെ എത്ര വരെ അരമണിക്കൂർ ഇവിടെ എത്തിയിട്ടും വിടാണ്ട് സംസാരിച്ചോണ്ടിരിക്കുന്നു ഇതിനെ കുറിച്ച്. അത് എന്നിട്ട് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കേറി പോവാം. അതിന്റെ ഉള്ളിലാണ് ഒരു കേവ് ഉള്ളത്. അവിടെയാണ് അമ്പലം ഉള്ളത്. ഇവിടെ ഗോൾഡ് കൊണ്ട് 300 ലിറ്റർ ഗോൾഡ് കൊണ്ട് പെയിന്റ് ചെയ്ത് മുരുകന്റെ സ്റ്റാച്ചു ആണ്. നിറയെ പ്രാവുണ്ട് ഇവിടെ. നിങ്ങൾ പൊക്കോളൂ, ഞാൻ അവിടെ നിൽക്കാം. ഗൈസ്, ബട്ടു കേവ്സ് എഴുതിയിട്ടുണ്ട്. ഞാൻ ഈ പ്രാവില്ലാത്ത വഴി അന്വേഷിച്ച് അവരങ്ങോട്ടേക്ക് പോയി. ഇവിടെ ഫുള്ള് പ്രാവാണ്. ഗൈസ്, ഇതിൽ ഈ കാണുന്ന ഇത്രയും സ്റ്റെപ്സേ ഉള്ളൂ. കൊറേ ഒന്നുമില്ല, കുറച്ചുള്ളൂ. എന്നിട്ട് എന്റെ കയ്യിൽ നക്കണേ. ഇവിടെ ഇതിന് ചുറ്റും മറ്റേ പഴനിയിലെ പോലെയാണ്. എന്താ പറയാ, മറ്റേ വർക്കാന്റെ എന്നിട്ട് ഈ ഡിസൈൻ എന്താ പറയാ, ഇതിന് ചുറ്റും ഇതേ ഡിസൈൻ തന്നെയാണ്. പിന്നെ പല കളർ സ്റ്റെപ്പാ, ആ ഒരു വ്യത്യാസമുണ്ട്. ഗൈസ്, നമ്മൾ കേറാൻ പോവാണ്. നമുക്കിനി കേറി മുകളിലേക്ക് പോവാം. ഇവിടെ ചെരുപ്പൊന്നും ഇടണ്ട ഗൈസ്. കൊറേ കുരങ്ങന്മാരുണ്ട്. എന്റെ കൂടെ ഉണ്ട് ഒരു കുരങ്ങൻ. ഞാൻ കവർ ചെയ്യണം ഗൈസ്, ഷോർട്ട് ഡ്രസ്. ഗൈസ്, 15 റിങ്കറ്റ് ഈ ഒരു പാട്ടത്തുണി എന്റെ മേത്തെ കൂടെ എടുക്കാൻ വേണ്ടിട്ട് ഇവര് മേടിച്ചു. കൊറേ നേരം അവര് അതിനുവേണ്ടി ഷോർട്ട് ഡ്രസ് ഇട്ട് വേറെ ആൾക്കാർ പോണ്ടൊന്നും കുഴപ്പമില്ല. ചെറിയ ഷോർട്ടാണ്, എന്റെ കുറച്ചുകൂടെ വലിയ ഷോർട്ടാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പകുതി മുകളിലെത്തി. ആൾക്കാരെ എണ്ണീട്ടാ പോണേ. 83, 84, 85. സ്റ്റെപ്പ് ഒരുപാട് കുത്തനെ, ആ പ്രശ്നമുള്ളൂ. ഗൈസ്, നമ്മൾ മുകളിലെത്തി. അയ്യോ, എന്നെ കണ്ണട. ഇതാണ് ഇതിന്റെ അകത്ത്. ഗൈസ്, ഇതിന്റെ അകത്തേക്കുള്ള വഴിയാണിത്. ഇനി കയറാണ്ട് ഗൈസ്, ഈ ഗുഹയുടെ അകത്ത് ഇനി കയറാണ്ട്. അപ്പൊ ഇവിടെ ഒരു അമ്പലം ഉണ്ടല്ലോ. പിന്നെ ഇനി മുകളിലേക്ക് ഇവിടെ നിറയെ പ്രാവൊക്കെ ഉണ്ട്. ഇവിടെ ഇനിയുണ്ടല്ലോ സ്റ്റെപ്പ്. സൈഡില് കോഴി, ലെഫ്റ്റ് സൈഡില് കൊരങ്ങനും പ്രാവും. ഞാൻ പേതിലെ പോവും. ഇത് കേറാൻ കുഞ്ഞൂസ് അച്ഛന് മുകളിലെത്തി. ഇവിടെ സ്റ്റെപ്പിന് നല്ല നീളം ഉണ്ട്, ഹൈറ്റ് ഉണ്ട്. ഇതാണ് അതിന്റെ മുകളില് അമ്പലം.
ഈ കല്ലൊക്കെ നല്ല വെള്ള പെയിന്റ് അടിച്ച് വെച്ചേക്കാണ്. നമ്മളിനി തിരിച്ച് താഴേക്ക് ഇറങ്ങാൻ പോവാണ്. ഇതിന്റെ മുകളിൽ മൊത്തം അമ്പലമായിട്ട് റിലേറ്റ്. ഇവിടെ വന്നാൽ നമ്മൾ പഠിക്കണ ഒരു മലായി വേർഡാണ് കേലുവാർ. എവിടെ നമ്മളിവിടെ വന്ന് ഇറങ്ങിയപ്പോ തൊട്ട് എവിടെ തിരിഞ്ഞാല് കേലുവാർ കേലുവാർ, പുറത്തേക്കുള്ള വഴി എക്സിറ്റ് കേലുവാർ. ഇത് ബൈഹാത്താണ് ഗൈസ്. ഇപ്പൊ നമുക്ക് എക്സിറ്റ് ഒന്നും വേണ്ട, കേലുവാർ. നമ്മൾ താഴേക്ക് ഇറങ്ങാൻ പോവാണ്. ഇതിവിടുത്തെ മലേഷ്യൻ വൈറ്റ് കോഫി ആൻഡ് ചോക്ലേറ്റ് കോഫിയാണ്. ചൂട് Tongkali coffee, white coffee. Yeah, white coffee with ginseng. This one good for energy. മറ്റേ ഡയറി മിൽക്കിന്റെ പൗഡർ ഇല്ലേ, ഉണക്കമീന്റെ ടേസ്റ്റ് ഉള്ള ചിപ്സ്. ഇതല്ല, അപ്പുറത്തുണ്ട്. ഇതിനൊക്കെ ഉണക്കമീന്റെ വൃത്തിയായിട്ട ടേസ്റ്റും നാറ്റുമാണ്. ഗൈസ്, നമ്മളിപ്പോ ഗെൻഡിങ് എന്നാണ് ഇവിടെ പ്രൊനൗൺസ് ചെയ്യണത്. ഗെൻഡിങ് ഐലൻഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് കേബിൾ കാർ സ്റ്റേഷൻ ഉള്ളത്. അപ്പോ ഇവിടെ കേബിൾ കാറിൽ കയറിയ 3 ലെവലായിട്ടാണ്. ആദ്യം ഒരു ചൈനീസ് ടെമ്പിൾ ഉണ്ട്, അതിൽ പോണ വഴിക്ക് ഫസ്റ്റ് സ്റ്റോപ്പ്. പിന്നെ രണ്ടാമത് മൂന്നാമതും എന്തോ ഷോപ്പിങ്ങിനുള്ള സ്ഥലമാണ്. 4ാമതാണ് ഗെൻഡിങ് ഐലൻഡ് ഉള്ളത്. അവിടെ എന്താ ഉള്ളത്, അവിടെയാണ് ഈ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, റോളർ കോസ്റ്റർ റൈഡ് അങ്ങനത്തെ ഒക്കെ ഉള്ളതെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം കേബിൾ കാർ സ്റ്റേഷനിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ ഉള്ളത് 3000 ഫീറ്റ് എബവ് സീ ലെവലാണ്. അതിൽ ഈ ഗെൻഡിങ് ഐലൻഡ് ഉള്ളത് 6000 ഫീറ്റ് എബവ് സീ ലെവലാണ്. അവിടേക്ക് നമ്മൾ കേബിൾ കാറിൽ വേണം പോവാൻ. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളിപ്പോ ഏറ്റവും ഗ്രൗണ്ട് ലെവലിലാണ് ഉള്ളത്. ഇവിടെ നിന്ന് 3 ഫ്ലോർ കയറിയിട്ടാണ് കേബിൾ കാർ ഉള്ളത്. ഓക്കെ ഗൈസ്, നമുക്ക് കേബിൾ കാറിൽ കയറിയിട്ട് കാണാം. ഇതില് കയറാൻ വേണ്ടി തിരക്കുണ്ടാവില്ല, പക്ഷെ തിരിച്ചു വരാൻ നല്ല ക്യൂ ആണെന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോ കേബിൾ കാറിലാണ് ഉള്ളത്. എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു ഗൈസ്. ഇവിടേക്ക് കയറിയപ്പോ തന്നെ സോ പ്രിറ്റി ആൻറ്റി. ഇവരിവിടുത്തെ മലേഷ്യക്കാരാണ്. അതാണ് ഗൈസ് ചൈന ടെമ്പിൾ. ഗൈസ് ഇതാണ് ടെമ്പിൾ. ഗൈസ്
ഇതുപോലെ മുമ്പ് ഏതോ ഒരു കേബിൾ കാറിൽ എവിടെയോ പോയപ്പോ ഷിംലയില് കേബിൾ കാറിൽ പോയപ്പോ വേറെ ഏതോ ഫോറിനർ എന്നെ കണ്ടിട്ട് ഇതേ സെയിം ഡയലോഗ് പറഞ്ഞു ലുക്കിംഗ് സോ പ്രിറ്റി എന്ന്. ഞാൻ വീഡിയോ എടുത്തോണ്ട് കയറിയിരുന്നു. അപ്പൊ ആന്റി ലുക്കിംഗ് സോ പ്രിറ്റി യു ഗുഡ് യു ഫ്രം ഇന്ത്യ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് കുറെ നമ്മുടെ അടുത്ത് സംസാരിച്ചു. നമ്മളിപ്പോ ഫസ്റ്റ് ലെവലിൽ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോ ചൈനീസ് സ്നേക്ക് ടെമ്പിൾ ആണത്. അപ്പൊ ആ ടെമ്പിളിലേക്ക് പോവാണ്. ഇവിടെ ന്യൂഡിൽസിന് എന്താ പറയാന്നറിയോ? MEE. അതുപോലെ ദോശന് ദോശ അല്ല TOSA അല്ലെങ്കിൽ THOSA. പിന്നെ ചപ്പാത്തിന്റെ സപ്പാട്ടി അങ്ങനെയാണ് ഇവിടെ പറയാ. ഇവിടത്തെ സ്പെല്ലിംഗ് ഒക്കെ വ്യത്യാസം. സെന്ററിന് SENTRE. എന്റെ ആൾക്കാർ മൊത്തം നോക്കും. ഗൈസ് നമ്മൾ ഇങ്ങോട്ടേക്കാണ് പോണത്. ഗൈസ് ഇതിന്റെ ഇടയിൽ ഒരു സ്റ്റെപ്പ് ഉണ്ട്, എന്നിട്ട് ഒരു ചെറിയ വാട്ടർഫോൾ. ഗൈസ് ഇവിടെ മഴ പെയ്യാൻ തുടങ്ങി. ഇന്നലെ തൊട്ട് മഴയാണിത്. ഇന്നും മഴയുണ്ടെന്ന് മെസ്സേജ് ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് ഇവിടെ മഴ. എന്റെ വാച്ചിൽ ഇപ്പോഴും ഇന്ത്യയിലെ ടൈമാണ്. ഇവിടെ എല്ലാരും ആ ഫ്രൂട്ട് തിന്നോണ്ടിരിക്കുക. അതിന് വൃത്തിയായിട്ട നാറ്റാണ്. ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവിടെ നിന്ന് താഴേക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് ഗൈസ്. അത് പിന്നെ നമ്മൾ ഇത്ര മുകളിലല്ലേ. അവിടേക്ക് ഗൈസ് അവിടെയൊക്കെ നല്ല മിസ്റ്റ് ഉണ്ട്, നല്ല ഭംഗിയുണ്ട്. ഇവിടെ വന്നിട്ട് കുഞ്ഞുസിന് ഇപ്പോഴാണ് കൂടെ കമ്പനിക്കാരെ കിട്ടിയത്. ഒരു കുഞ്ഞു കുട്ടിയുണ്ട് ഇവിടെ, എന്നെ തന്നെ നോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ക്യൂട്ടായിണ്ട്. ഇവിടെ വലിയൊരു ബുദ്ധന്റെ പ്രതിമയുണ്ട്. ഹാപ്പി ഹാർട്ട് പോണ്ടാണ് കഴിച്ചത്. സന്തോഷിക്കാൻ വേണ്ടി കോയിനിട. എന്താ നല്ല മഴയാണ്. ഇവിടെ ഹാപ്പി മാൻ ഉണ്ട്. ഞാനിപ്പോ ഇവളുടെ കൊടയും കോട്ടും മൈക്കും ഫോണും എല്ലാം കൂടെ പിടിച്ചിട്ട് ഇവിടെ നിക്കാണ്. ഇവിടെ പെരും മഴയായി. നമ്മൾ രണ്ടാമത്തെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി വീണ്ടും കേബിൾ കാറിൽ കയറാൻ പോവാണ്. ഗൈസ് നമ്മളിപ്പോ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഫുൾ മറ്റേ അഡ്വഞ്ചറസ് റൈഡ്സ് ആണ്. കുറെ വാട്ടർ തീം റൈഡ്സ് ഉണ്ട്. പിന്നെ സ്നോ സ്റ്റോം പോലെയുള്ളതൊക്കെ ഉണ്ട്. ഇവിടെ ഇതൊരു മാള് പോലെയാണ്. അതിന്റെ അകത്തിൽ കൂടെ പോയിട്ട് നമുക്ക് ആ റൈഡിലൊക്കെ നോക്കി നോക്കാം. ഗൈസ് ഡിസ്നി അഡ്വഞ്ചർ വേൾഡ്. ഇവിടെ മാമത്തിന്റെ സൗണ്ടാണ്. പക്ഷെ ഇത് കുഞ്ഞു കുട്ടികളുടെ. ഗൈസ് ഇതൊക്കെ ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് ആണ്. പക്ഷെ ഈ ചിക്കനും മീനും ഒരു ടേസ്റ്റും ഇല്ലാത്ത സാധനമാണ്. ഉണക്കമീനിന്റെ ടേസ്റ്റ് ആണ് അതിനൊക്കെ. ഇത് കൂന്താൾ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ മലേഷ്യൻ സ്പെഷ്യൽ ഡിഷസ്.
ഗൈസ് ഇവിടത്തെ നൂഡിൽസ് ഉണ്ടല്ലോ അത് വായി വെക്കാൻ കൊള്ളില്ല. ഉണക്കമീന്റെ മണോ ഉണക്കമീന്റെ ടേസ്റ്റ് ആണ് ആ സാധനത്തിന്. ഗൈസ് ഇതാണ് വേൾഡിലെ ഏറ്റവും കൂടുതൽ റൂമുകളുള്ള ഹോട്ടൽ. നമുക്ക് അതിന്റെ റിസപ്ഷനിൽ വരെ പോയി നോക്കാൻ പറ്റും. ഈ ഹോട്ടലില് 7,000 സംതിങ് റൂമുകളുണ്ട്. ഇതിലെ പോയാലാണ് ഇൻഡോർ തീം പാർക്ക്. ഇതാണ് ഇൻഡോർ റൈഡ്സ്. ഇതിന്റെ റിസപ്ഷൻ ഈ തറ്റത്തുനിന്ന് തുടങ്ങി ആ തറ്റം വരെ ഉണ്ട്. ഇത് കൊറേ റിസപ്ഷനിൽ ഒരു റിസപ്ഷനാണ്. ഗൈസ് ഇത് ഇവിടുത്തെ കാസിനോയിലേക്കുള്ള എൻട്രി ആണ്. പക്ഷെ 21 വയസ്സിന് താഴെയുള്ളവർക്ക് കയറാൻ പാടില്ല, അങ്ങനെ എന്തുകൊണ്ട്. ഗൈസ് അതാണ് സ്കൈ കാസിനോ, ആ ഗോൾഡ്. ഗൈസ് നമ്മൾ മുകളിൽ നിന്ന് കണ്ട ഇൻഡോർ തീം പാർക്കാണ്. നമ്മളിപ്പോ താഴത്തെ ഗ്രൗണ്ട് ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ബുർജ് ഖലീഫ പോലത്തെ ആൾക്കാരാണ്. അതിലൊക്കെ മുമ്പ് നല്ല ഹൈറ്റ് ഉണ്ട്. ഇത് ഇതിന്റെ എൻട്രൻസ്. ഇതിന്റെ അകത്തൊക്കെ നല്ല അടിപൊളി റൈഡ്സ് ആണ്. ഇതൊക്കെ കയറാൻ 2 ദിവസം വേണ്ടി വരും. ഇത് ഇൻഡോർ റൈഡ്സ് ആണ്. ഇതിന്റെ പുറത്ത് ഇതിലും കൂടുതലുണ്ട്, കുറെ റോളർ കോസ്റ്റർ ഒക്കെ. ജുറാസിക് പാർക്ക് പോലെ ഒരു സ്ഥലമാണ്. നമ്മൾ ജുറാസിക് പാർക്കിൽ കയറിയിട്ടുണ്ട്. കൈയെടുക്കാൻ പറ്റില്ല. കൈയെടുത്ത് എന്റെ പല്ല് പറഞ്ഞു തരും. എന്റെ ചെറിയ വിരലായോണ്ട് കുഴപ്പമില്ല. അവിടെ ഒരു കുട്ടിയുണ്ട്. ഇവിടെ വലുതുണ്ട്. അതിന്റെ വായടാത്ത നിൽക്കാം. പിന്നെ ഇവിടെ ഒരു ചെറിയ കുട്ടി. ഇവിടെ കിടന്നുറങ്ങ. അയ്യോ, അതിനെ ആരോ കൊന്നതാ. ഇവിടെ കൊച്ചു പോരെയാ. ഇവിടെ വേറെ
തുപ്പല് ഈ വെള്ളമൊക്കെ ഇട്ടൊരു തുപ്പല് പോലെ. ഗൈസ് നമ്മളിപ്പോ അടുത്തത് റെസ്ട്രിക്റ്റഡ് ഏരിയയിലേക്ക് കടക്കാൻ പോവാണ്. നമ്മൾ എന്തിന്റെ ഉള്ളിൽ കൂടെ വന്നപ്പോ വേറെ ഏതോ ലോകത്തെത്തി. ഇവിടെ ഫുള്ള് എവിടേക്കോ പോയ പോലെ ഉണ്ട്. ഇതിനകത്തൊക്കെ നല്ല തണുപ്പാണ്. നമ്മളിപ്പോ 6000 feet above sea ലെവലിലാണുള്ളത്. ഏതോ ഡിസ്നി ലാൻഡിന്റെ ഉള്ളിൽ കൂടെ നടക്കണ പോലെ ഉണ്ട് ഇതിന്റെ ഉള്ളിലൊക്കെ നടക്കാൻ. ഗൈസ് നമ്മളിപ്പോ ഇവിടെ ഒരു സ്ട്രീറ്റ് ഉണ്ട്. അവിടെ വന്നപ്പോ അവിടെ ലോബ്സ്റ്ററും ക്രാബും ഒക്കെ വെറുതെ വെച്ചിട്ട് പച്ചക്ക് വെച്ചിട്ടുണ്ട്. അതവര് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചാണതാണ്. എടുത്തോളൂ. ഓയിസ്റ്റർ ഓക്കെ ഗൈസ്, അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. നമ്മുടെ Day 3 ഇവിടെ കഴിഞ്ഞു. ഇതിനകത്ത് കുറെ കാണാനുണ്ട്. കുറെ ഒക്കെ നമ്മുടെ അവിടെയുള്ള വണ്ടർലയിലൊക്കെ ഉള്ള കുറെ റൈഡ്സ് ആണ് ഉള്ളത്. പക്ഷെ കുറെ ഉണ്ട് ഇതിനകത്ത്, കുറെ കാണാനുണ്ട് മാളിനകത്ത്. അപ്പൊ ഇന്നത്തെ ദിവസം ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് Day 4 ആയിട്ട് അടുത്ത വ്ളോഗിൽ കാണാം. ഓക്കെ ഗൈസ്, ബൈ.